കുണ്ടിയില്ലേ? ഞാൻ വിചാരിച്ച പോലെ അല്ല നീ. കുണ്ടിയിലിട്ട് തരുമോ? അവള് മഹാ പഴയാട്ടോ. എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ. ഹലോ ഗായ്സ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. നമ്മുടെ RJ അഞ്ജലിക്ക് മെഹന്തി ഇടേണ്ടത് എവിടെയാണെന്ന് നിങ്ങൾ കേട്ടില്ലേ? രാവിലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇതാണ് ചർച്ച. അവർക്ക് മെഹന്തി ഇടേണ്ട സ്ഥലം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ അവർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. അപ്പൊ RJ അഞ്ജലിയോട് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ കുട്ടനാട്ടിലാണുള്ളത്. ഇപ്പം വെള്ളമൊക്കെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തെന്നിത്തെറിച്ച് വീഴത്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിലും മൈലാഞ്ചി ഇട്ട് തരാം. നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ അങ്ങനെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാലേ സമാധാനം കിട്ടുള്ളെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മൈലാഞ്ചി ഇട്ട് തരാം. അല്ലാതെ നിങ്ങളോടൊക്കെ എന്തുവാ മറുപടി പറയാ? നമ്മൾ തമാശയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കോമഡികളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ അതിനൊന്നും ഒരു എതിരും പറയുന്നില്ല. പക്ഷെ ഓരോ കാര്യങ്ങളും പറയേണ്ട സമയത്ത് നമ്മളിപ്പോ ഏപ്രിൽ ഫൂള് പറയും. എല്ലാ ദിവസവും നമുക്ക് ഫൂള് പറയാൻ പറ്റുമോ? ഇല്ല, ആരും അത് മാനിച്ചു തരത്തില്ല. അത് നമ്മൾ ഏപ്രിൽ ഫൂള് പറയുകയാണെങ്കിൽ തന്നെ അത് പറയാൻ പറ്റുന്ന വ്യക്തികളുടെ അടുത്തായിരിക്കും നമ്മൾ പറയുന്നത്. അല്ലാതെ എല്ലാവരോടും ഓടി നടന്ന് നമ്മൾ ഏപ്രിൽ ഫൂള് പറയാൻ പോകത്തില്ല. പറയാൻ പോവോ? തമാശകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അത് പറയേണ്ട രീതിയിൽ പറയേണ്ടവരോട് പറയണം. ഇവരെന്തുവാ കാണിച്ചത്? ഒരു ലേഡിയോട് വിളിച്ചിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ അവർ പറയുന്നു. ശരിയാണ്, അവര് ഫൂളാക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് അതെങ്കിലും അത് ഇച്ചിരി കടന്നുപോയി. മറ്റുള്ളവരുടെ മനസ്സും കൂടെ നമ്മൾ അറിയണം. ഒരു വ്യക്തിയെ ഫൂളാക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ, അവർ ഏത് സാഹചര്യത്തിലിരിക്കുവാണെന്നൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അന്നേരം അത് മനസ്സിലാക്കി വേണം നമ്മൾ പെരുമാറാൻ. ഈ മൈലാഞ്ചി ഇടിയിലെന്ന് പറയുന്നത് അത്ര തെറ്റായ കാര്യങ്ങളൊന്നുമല്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ഫെസ്റ്റിവൽ വന്നാൽ, ഒരു കല്യാണം വന്നാൽ, അവർക്ക് എന്ത് ഫങ്ഷൻ വന്നാലും അവിടെയുള്ള കൂടുതലും എല്ലാവരും ഇടും. എങ്കിലും കല്യാണം കഴിച്ച സ്ത്രീകളുണ്ടെങ്കിൽ അവര് മൈലാഞ്ചിയൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയേ അവർ ആ ഫങ്ഷനിൽ പോകത്തുള്ളൂ. അവരതിനെയൊക്കെ അത്ര പവിത്രമായിട്ടാണ് കാണുന്നത്. ഈ മൈലാഞ്ചി ഇടിയിൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് കേരളത്തിൽ അതൊന്നും അത്ര വലിയ ഇതല്ലെങ്കിലും ഇപ്പം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം. ഈ വഴി സൈഡിലൊക്കെ ദീപാവലി പോലുള്ള അവരുടെ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പം, അല്ലെങ്കിൽ അവരുടെ ഒരു കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ വഴിയിൽ ആൾക്കാർ ഇങ്ങനെ നിരന്നിരിക്കുവാണ്. ചെല്ലുമ്പോൾ അവർക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഓരോ സ്റ്റൂള് വിട്ടിരിപ്പുണ്ട്. അത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിപ്പം ഇവർ ഈ വിളിച്ച് ആക്ഷേപിച്ചത് അതൊരു മാന്യമായിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവര് ആ ഫോണിൽ കൂടെ ഇവരെ തിരിച്ചൊന്നും പറയുന്നില്ല. അവര് ചോദിക്കുന്നുണ്ട്, കൈക്കും കാലിനും മൈലാഞ്ചി ഇടുന്നതിന് എത്ര രൂപയാണ്? ഇങ്ങനെ ചോദിക്കുമ്പോൾ അവര് ഏതാണ്ട് ഒരു 2500 അങ്ങനെ സംതിങ് ആണ് അവർ റേറ്റ് പറയുന്നത്. അപ്പൊ അവരും ഒത്തിരി ആഗ്രഹത്തോടെയാണ്, അവർക്കൊരു കസ്റ്റമറിനെ കിട്ടുന്നതല്ലേ. അങ്ങനെ ആഗ്രഹത്തോടെ ഇതൊന്നും അറിയാത്ത ഒരു സ്ത്രീയെ അവഹേളിക്കുകയാണ് അവിടെ ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നപ്പം ഈ ഒരാളുടെ കല്യാണമാണ്. അന്നേരം എനിക്ക് എവിടെയാ കുണ്ടിക്ക് മൈലാഞ്ചി ഇടണം കെട്ടിയോനെ കാണിക്കാൻ വേണ്ടി. അത് പറഞ്ഞപ്പോ അവര് തിരിച്ചൊന്നും പറഞ്ഞില്ല. ഫോൺ കട്ട് ചെയ്തിട്ട് അവര് പോയി. അത് അവരുടെ മാന്യത. പക്ഷെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് തമാശകള് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അത് തമാശകള് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യണം. അപ്പൊ കൂട്ടുകാരെ, ഞാൻ വെളിയിൽ നിന്ന് വീഡിയോ പിടിച്ചോണ്ടിരുന്നപ്പോ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇങ്ങനെയാണ്. ഓർക്കാപ്പുറത്തായിരിക്കും മഴ വന്ന് കയറുന്നത്. നല്ല പെരുമഴ പെയ്തു കൂട്ടുകാരെ. ഞാൻ പെട്ടെന്ന് ഓടി പെരക്കകത്ത് കയറി. അത് കംപ്ലീറ്റ് ചെയ്യണല്ലോ. അന്നേരം ആ കുട്ടികള് ആ ലേഡിയെ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ വോയിസ് നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. എന്നിട്ട് ഞാൻ ബാക്കി നിങ്ങളോട് പറയാം കേട്ടോ. ഒന്ന് കേട്ടു നോക്ക്. 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആരെ പറഞ്ഞിട്ടാണ് പറയാ? ഫ്രണ്ട് പേരെന്താ? നിഷാന. സ്ഥലം എവിടെയാ? അവരുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. ഇതിന് പറ്റിയതാണോ? ഓക്കെ, എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. ഇടുവോ മെഹന്തി? എന്നിട്ട് ചെയ്യാനില്ലേ? കൈക്ക് എത്ര? മീൻസ് 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3000 അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മൾ ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കേട്ടാ പറഞ്ഞ എന്നാന്ന്? കുണ്ടിയില്ലേ? മക്കളെ ഈ കുട്ടനാട്ടിലോട്ട് വൈകിട്ട് തരാം കേട്ടോ. ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി?
അവർക്ക് മെഹന്തി ഇടേണ്ടത് എവിടാന്ന് മനസ്സിലായില്ലേ? എന്നിട്ട് ആ ചിരി കണ്ടില്ലേ, എന്നുള്ള ചിരി, കോലച്ചിരി. ഇതിന് പറയുന്നതാണ് കോലച്ചിരി എന്ന്. അവന്മാർ ഇരുന്ന് ചിരിച്ച് സന്തോഷിക്കുന്നുണ്ടോ? അപ്പൊ കേട്ടോ, അത് ഒരാളെ വിളിച്ച് ഫൂളാക്കിയിട്ട് അവളുമാരുടെ സന്തോഷം കണ്ടോ? അവര് കുത്തിയിരുന്ന് എന്തൊരു ചിരിയാ ചിരിക്കുന്നത്. അവരെന്തോ വലിയ സംഭവം ചെയ്ത ഒരു ചിരിയാണ് അവർ ചിരിക്കുന്നത്. ഞാനൊരിക്കലും കുണ്ടി എന്ന് പറയുന്ന വാക്ക് തെറ്റാന്നൊന്നും ഞാൻ പറയത്തില്ല. അത് നമ്മുടെ ബോഡി പാർട്സ് ആണ്, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. അതൊരു വൃത്തികെട്ട വാക്കൊന്നുമല്ല. നമ്മൾ കുഞ്ഞു പിള്ളേരൊക്കെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്, പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ നല്ല കുണ്ടിക്ക് 2 അടി കൊള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ അത് നമ്മൾ പറയുമ്പം അതിന്റെ മീനിങ് വേറെയാണ്. ഇവരെന്താണ്, ഇവര് ഒരു തൊഴിലിനെയാണ് അപമാനിച്ചിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അവരൊത്തിരി ആഗ്രഹങ്ങളോട് കൂടിയാണ് ഇവരെ ഈ വിളിച്ച് പറയുമ്പോഴുള്ള ഇവരുടെ ഈ കോള് അവർ അറ്റൻഡ് ചെയ്തത്. ഇപ്പം ഒരു ഓർഡർ കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഒരു കസ്റ്റമറിനെ കിട്ടും, അത് അവരുടെ തൊഴിലാണ്. അപ്പൊ അങ്ങനെ അത്രയും ആകാംക്ഷയോടുകൂടി ആ കോൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് ലാസ്റ്റ് അവരിങ്ങനെ പറയുമ്പോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല 2 തല്ലിന്റെ 2 നല്ല പെടയുടെ കുറവ് അവളുമാർക്കുണ്ടെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഏത് വൃത്തികേടും ആരോടും ഏത് സാഹചര്യത്തിലും പറയുക എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എന്ത് വൃത്തികേടുകളും വിളമ്പാവുന്ന ഒരു സ്ഥലമായി മാറിയിട്ടിരിക്കുകയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ. ശരിക്കും ഇതിനെതിരെ ശരിക്കും ആക്ഷൻ എടുക്കണം. ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഈ തമാശ പറയുന്നതിനോടൊന്നും ഒട്ടും എതിരല്ല. ഞാനും തമാശകളൊന്നും ഒത്തിരി ആസ്വദിക്കുന്ന വ്യക്തിയാണ്, തമാശകൾ ഒത്തിരി പറയുന്ന ഒരു വ്യക്തിയുമാണ്. പക്ഷെ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അതിൻ്റെതായ മാന്യതയോടുകൂടി സംസാരിക്കണം. എന്തായാലും ആ പുള്ളിക്കാരി കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ളവർക്കെതിരെ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് പറയാനുള്ളത്.